ഹലോ നിമി ലവേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബീനിങ് ആഫ്റ്റർ ദ മാൻഹയുടെ ചാപ്റ്റർ 83 സോ 83ാമത്തെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്. ആ അറിയിപ്പ് നടന്ന ദിവസം എന്നെ ഒരു കനത്ത യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോയി. ലൂക്കാസ് വൈക്സ് അവൻ്റെ പ്രവൃത്തി കാരണം എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടു. എന്നാൽ അവനവൻ്റെ ഫാമിലിയുടെ ഇൻഫ്ലുവൻസും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിൽ നിന്നെല്ലാം എളുപ്പത്തിൽ ഊരിപ്പോയി. സത്യം പറഞ്ഞാൽ ലൂക്കാസിനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. പക്ഷേ അവൻ്റെ പിന്നിൽ അവൻ്റെ ചേട്ടനുണ്ട്. അവൻ്റെ ചേട്ടൻ വൈക്സ് ഹൗസിലെ തന്നെ ഏറ്റവും ശക്തനായ മേജാണ്. അതുപോലെ ഇപ്പോൾ ഒരു ലാൻസ് കൂടിയാണ്. എൻ്റെ മനസ്സിൽ കുറേ പദ്ധതികളുണ്ട്. അതെല്ലാം ഞാൻ നടപ്പിലാക്കിയിരിക്കും. പക്ഷേ ഇന്നെൻ്റെ അനിയത്തിയുടെ പിറന്നാളാണ്. ഇന്ന് ഞാൻ അതിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർത്തർ താഴോട്ട് പോകുമ്പോൾ നമ്മുടെ സിൽവി ആർത്തറിനോട് പറയുന്നുണ്ട്, പപ്പ നമുക്ക് അടിയിലോട്ട് പോവാം. അപ്പോൾ ആർത്തർ സിൽവിയെ എടുത്തുകൊണ്ട് പറയുന്നുണ്ട്, സിൽവി ഒരു പ്രശ്നമുണ്ട്, നീ അടിയിലോട്ട് വരണ്ട. കാരണം അടിയിൽ കുറേ ആൾക്കാരുണ്ട്. അവരാരെങ്കിലും നിന്നെ കണ്ട വിഷയമാവും. അതുകൊണ്ട് നീ ഇവിടെ നിന്നോ. പിന്നെ നിനക്ക് ആവശ്യമുള്ളത്ര ഫുഡ് ഞാൻ കൊണ്ടുവരാം. സത്യമായിട്ടും ഫുഡൊക്കെ കൊണ്ടുവരുമോ? ആ സിൽവി, ഞാൻ കൊണ്ടുവരാം. നീ ഇവിടെ തന്നെ നല്ല കുട്ടിയായിട്ടിരിക്കണേ. അതിനെന്താ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. അങ്ങനെ നമ്മുടെ എലനോറിൻ്റെ ബർത്ത്ഡേക്ക് കുറേ ആൾക്കാർ വരുന്നുണ്ട്. അവരെല്ലാം നമ്മുടെ ആർത്തർ വെൽക്കം ചെയ്യുന്നുണ്ട്. ഇതേ സമയത്താവട്ടെ നമ്മുടെ എലീജ ഒരു പെൺകുട്ടിയെ നൈസായിട്ട് വളക്കാൻ നോക്കുന്നുണ്ട്. ഹലോ, ഞാൻ സൈറസ് അക്കാദമിയിൽ ഉടൻ തന്നെ ചേരും കേട്ടോ. പിന്നെ നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്തോട്ടൊക്കെ പോവാം. എന്തു പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ നൈസായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വൈന് അവൻ്റെ ദേഹത്തോട്ട് വീഴുന്നുണ്ട്. ഇത് കണ്ടിട്ട് ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഏത് സമയത്താണാവോ ഈ വൈന് കൈ പിടിക്കാൻ തോന്നിയേ? ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാകുമോ? ആർത്തർ, നീ ഇത് കണ്ടോ? അപ്പം നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, അവനെന്നെ നോക്കി ഒന്നും കാണാത്ത പോലെ നിൽക്കാം, അല്ലെങ്കിൽ അവനെന്തെങ്കിലും വിചാരിച്ചാലോ. അപ്പം നമ്മുടെ റെയ്നോൾഡ് പറയുന്നുണ്ട്, എൻ്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇത് കേട്ടപ്പോൾ നമ്മുടെ എലനോറ് നാണം കൊണ്ട് അവളെ മുഖമൊക്കെ മറയ്ക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ മകളും അതുപോലെ എൻ്റെ മകനും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റുക എന്നുള്ളത്. എന്താ അച്ഛൻ പറയുന്നത്? അപ്പം നമ്മുടെ ആലീസ് പറയുന്നുണ്ട്, ആർത്തറും എലനോറും ഇതുവരെ ഡാൻസ് പരിശീലിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഞാൻ കൊല്ലും. എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? അപ്പം നമ്മുടെ എലനോറ് ആലീസിനോട് പറയുന്നുണ്ട്, മമ്മ എനിക്ക് ഡാൻസ് കളിക്കണമെന്ന് അറിയില്ല കേട്ടോ. അച്ഛൻ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, സഹോദരി എൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യാൻ വരുന്നോ? അപ്പം എലനോറ് പറയുന്നുണ്ട്, പക്ഷെ ചേട്ടാ എനിക്ക് ഡാൻസ് ഒന്നും ചെയ്യാൻ അറിയില്ല. അതൊന്നും കുഴപ്പമില്ല, നീ എൻ്റെ ഒപ്പം ഒന്ന് വന്ന് നിന്നാൽ മതി. അപ്പം നമ്മുടെ റെയ്നോൾഡ് പറയുന്നുണ്ട്, അവർ തയ്യാറായി, ഇനി പാട്ട് വെച്ചോളൂ. അങ്ങനെ പാട്ട് വെച്ചിട്ട് നമ്മുടെ ആർത്തറും എലനോറും അതിമനോഹരമായി ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് ടാബിത്ത് വയ്ക്കുന്നുണ്ട്, ഇവർ പ്രാക്ടീസ് വല്ലതും ചെയ്തിരുന്നോ? അപ്പോൾ ആലീസ് പറയുന്നുണ്ട്, ഇല്ല, ഇവർ പ്രാക്ടീസൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവർ നല്ല മനോഹരമായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ പഴയ കാലത്ത് ഞാൻ കുറച്ച് ഡാൻസ് പഠിച്ചത് ഇപ്പോൾ അവിടെ ഉപകാരപ്പെട്ടു. അപ്പോൾ നമ്മുടെ റീനോൾഡ് പറയുന്നുണ്ട്, മോളെ നീ നന്നായി ഡാൻസ് കളിച്ചിട്ടോ, എനിക്ക് നിൻ്റെ ഡാൻസ് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എലനോർ പറയുന്നുണ്ട്, വളരെ നന്ദിയുണ്ട് അച്ഛാ. ഇതേ സമയം നമ്മുടെ ഗിഡിയോണ് കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ആർത്തറിനോട് പറയുന്നുണ്ട്, ആർത്തർ നീ ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ നിന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആ സീനോടെ കഴിഞ്ഞതിന് ശേഷം ഒരു എൽഫ് പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. ടെസിയ, നിനക്ക് ആർത്തറിനെ പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അവൻ്റെ അനിയത്തിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തൂടെ? അങ്ങനെ നമ്മൾ കാത്തിരുന്ന നിമിഷത്തിരിക്കുന്നു, നമ്മുടെ ടെസിയെ വീണ്ടും കാണിക്കുന്ന ആ നിമിഷം. അപ്പോൾ ടെസിയ പറയുന്നുണ്ട്, അത് വേണ്ട, ഇന്ന് അവൻ്റെ അനിയത്തിയുടെ പിറന്നാളാണ്. അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവൻ്റെ അനിയത്തിയിലായിരിക്കും. അവനെ ഞാനിപ്പോൾ കാണുന്നില്ല. എനിക്കവനെ കാണണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞാനവനെ സ്കൂളിൽ വെച്ച് കണ്ടുകൊണ്ട്. അതിനുശേഷം നമ്മുടെ ആർത്തർ ഗിഡിയോനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെൻ്റെ അനിയത്തിയുടെ പാർട്ടിക്ക് വന്നത് എന്നോട് സംസാരിക്കാൻ വേണ്ടിയാണോ? അല്ലല്ല, ഞാൻ നിൻ്റെ അനിയത്തിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്തിനാണ് ഡിക്കാത്തിൻ കിണ്ടത്തിലെ തന്നെ നമ്പർ 1 ആർട്ടിഫിസറും ശാസ്ത്രജ്ഞനുമായ നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നത്? പിന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ എനിക്കൊരു പ്ലാൻ വരച്ചു തന്നില്ലേ? ഞാൻ ആ പ്ലാനൊക്കെ കുറച്ചും കൂടി പരിഷ്കരിച്ച് ഒരു ഡിസൈൻ ഉണ്ടാക്കി. ആ ഡിസൈൻ ഇപ്പോൾ കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗിഡിയോൺ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആർത്തർ കപ്പലുണ്ടാക്കാനുള്ളൊരു പ്ലാന് ഗിഡിയോണിന് പറഞ്ഞു കൊടുത്തിരുന്നു. ആ പ്ലാനിൽ ഗിഡിയോൻ്റേതായ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒരു ഡിസൈനാക്കി മാറ്റി.
സോ ആ ഡിസൈന് 3 കിങ്ഡംസിലെയും റാണിമാർക്കും അതുപോലെ രാജാക്കന്മാർക്കും കാണിച്ചു കൊടുത്തു. സോ അവരിത് അംഗീകരിച്ചു. സോ ഇവരെയാണ് കൗൺസിൽ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ കപ്പലുണ്ടാക്കാനുള്ള പണികൾ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങും. സോ അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഓ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾക്ക് നല്ല പ്രതിഫലം ലഭിച്ചു കാണുമല്ലോ. പണമായിട്ടാണോ അതോ അധികാരമായിട്ടാണോ? സോ അപ്പോൾ അവിടേക്ക് കുറേ ആളുകൾ വരുന്നുണ്ട്. ഗിഡിയോൺ, ഞാൻ നിങ്ങളുടെ വലിയ ആരാധകനാണ്. ഓ ആർത്തർ, ഈ ഫാൻസിനോട് തോറ്റു, നീ ഒരു 2 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഗിഡിയോൺ അങ്ങോട്ട് പോകുന്നുണ്ട്. സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 83ാമത്തെ ചാപ്റ്റർ കഴിയാണ്. സോ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഇപ്പം ഞാൻ ഒരു വീഡിയോയിൽ ഒരു ചാപ്റ്റർ മാത്രമേ എക്സ്പ്ലനേഷൻ ചെയ്യുന്നുള്ളൂ. സോ നാളെ തൊട്ടിട്ട് 2 ചാപ്റ്ററാക്കി അല്ലെങ്കിൽ 3 ചാപ്റ്ററാക്കി കൂട്ടാവുന്നതാണ്. സോ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.